അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കോഡ് ആരാണ് കണ്ടുപിടിച്ചത്? നിങ്ങൾ ഇത്ര കാര്യങ്ങൾ 9 വർഷം കണ്ടുപിടിച്ചോണ്ടിരിക്കല്ലേ? പോയിട്ട് വരെ തെല്ല തിരക്കണ്ടേ സാറേ? ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് സംഘവും ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. അതാരാണ് എന്ന് ദിലീപിനോട് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ചോ, ഈ 9 വർഷക്കാലവും നിങ്ങൾ ഓരോന്ന് കണ്ടുപിടിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപ് വാഹനത്തിലേക്ക് കയറിയത്. തിരക്കുണ്ട് എന്ന് പറഞ്ഞ് മറ്റ് ചോദ്യങ്ങളോട് ദിലീപ് ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. പക്ഷെ നേരത്തെ ദിലീപിന്റെ പ്രതികരണത്തിൽ കാര്യങ്ങൾ കുറെ പറഞ്ഞതാണ്. സത്യം ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ദിലീപിന്റെ ഈ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷമുള്ള പ്രതികരണം വന്നത്. അതിൽ ദിലീപ് പറഞ്ഞത് മഞ്ജു പറഞ്ഞ ശേഷമാണ്, മഞ്ജു വാര്യർ മുൻ ഭാര്യ പറഞ്ഞതിന് ശേഷമാണ് ഈ കാര്യത്തിൽ ഗൂഢാലോചന എന്ന ഒരു കാര്യങ്ങളിലേക്ക്, ക്രിമിനൽ ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി എന്ന കാര്യങ്ങളിലേക്ക് ഈ കേസ് തിരിയുന്നത്. അതിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരുടെയും ഒരു സംഘം തനിക്കെതിരെ പ്രവർത്തിച്ചു. ഇല്ലാത്ത കഥകൾ പറഞ്ഞു പരത്തി ചില മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കള്ളപ്രചാരണം നടത്തി. അതിനുശേഷം ഈ കള്ളക്കഥകളൊക്കെ തന്നെ കോടതി മുൻപാകെ പൊളിഞ്ഞു വീണിരിക്കുന്നു, തകർന്നു വീണിരിക്കുന്നു എന്ന പ്രതികരണമായിരുന്നു ദിലീപിന്റേത്. മറ്റെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയും തന്റെ ജീവിതം അഡ്വക്കേറ്റ് രാമൻപിള്ള അടക്കമുള്ളവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള നന്ദി വാചകങ്ങൾ കൂടി ഉൾപ്പെടുന്നതായിരുന്നു ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഇപ്പോൾ അഭിഭാഷകന്റെ ഓഫീസിലെത്തിയ ശേഷം ദിലീപ് മടങ്ങുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. ആരാണ് ഗൂഢാലോചന നടത്തിയത്, ഏത് പോലീസ് ഉദ്യോഗസ്ഥ, ഏത് സംഘം എന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കും, 9 വർഷം നിങ്ങളല്ലേ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് ആ പ്രതികരണം അവിടെ അവസാനിപ്പിച്ചു. ഏതായാലും ഈ കേസ് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല, മേൽക്കോടതികളിലേക്ക് പോകാൻ പോകുന്നു. അന്തിമമായ വിധിയല്ല ഇപ്പോൾ വന്നതെന്നാണ് അന്ന് ADGP ആയിരുന്ന ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്ന മുൻ DGP ബി സന്ധ്യ IPSന്റെ പ്രതികരണം വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.